എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 4th അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 5-ാം തീയതി വരെ amcsfnck.com വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. അപ്പോൾ 4th അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 5-ാം തീയതി വരെ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ് നൽകേണ്ടത്. അതുപോലെ 7-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കൻ്റ് ID അല്ലെങ്കിൽ ഇമെയിൽ ID ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് പാസ്വേഡ് കൂടി കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് കൺഫർമേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു നിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നിലവിൽ ഈ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അതായത് ആപ്ലിക്കൻ്റ് IDയും അതുപോലെ പാസ്വേഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളോട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു മുൻ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് ഈ ഒരു 4th അലോട്ട്മെൻറ്റിനായിട്ട് അതായത് സെപ്റ്റംബർ 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് ഈ ഒരു കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് നിങ്ങൾ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷനുകളൊക്കെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൺഫേം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും കോളേജുകൾ ഒഴിവാക്കുന്നതിനോ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതുതായിട്ട് കൺഫർമേഷൻ ചെയ്തവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി 4ാമത്തെ അലോട്ട്മെൻറ്റും ഇനി ഈ ഒരു കോളേജുകളിലൊക്കെ വരുന്ന വേക്കൻസി അനുസരിച്ച് ആ ഒരു സീറ്റുകളിലേക്ക് അതായത് വേക്കൻസി ഉണ്ടാവുന്ന സീറ്റുകളിലേക്കും ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അതായത് 4th അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് വേക്കൻസി ഒക്കെ വരികയാണെങ്കിൽ അതിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അതായത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റിൽ ഈ ഒരു അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളെയുമാണ് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്. എന്നാൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് കൺഫേം ചെയ്യണം. അതായത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിശ്ചിത ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണം. അതായത് ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ നൽകിയതിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. എന്നാൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ നടത്തുന്നവരെയാണ് പിന്നീട് വരുന്ന വേക്കൻസികളിലൊക്കെ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻ നൽകുക. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ആ ഒരു പേജിൽ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അത് ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രമാണ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ലോഗിൻ ചെയ്ത് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു 31-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഓപ്പൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സെപ്റ്റംബർ 7-ാം തീയതി ഈ ഒരു 4ാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്കും അതിനുശേഷം പിന്നീട് സെപ്റ്റംബർ 11-ാം തീയതി ബുധനാഴ്ച 3 മണിക്കും ഇടയിൽ അതായത് ഈ ഒരു സെപ്റ്റംബർ 9-നും അതുപോലെ തന്നെ സെപ്റ്റംബർ 11-നും ഇടയിൽ അതായത് സെപ്റ്റംബർ 9, 10, 11 തീയതികളായിട്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് പ്രവേശനത്തിനായിട്ടുള്ള ആ ഒരു ഫീസ് അടച്ച് നിങ്ങൾക്ക് ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് ഈ ഒരു പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം 25,000 രൂപ ഈ ഒരു ടോക്കൺ ഫീ ഇനത്തിൽ അടക്കുകയും ബാക്കി പൈസ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ അടക്കുകയുമാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം പേജിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്ത് നൽകുന്ന ഓപ്ഷനുകളെയാണ് ഇതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ എന്ന് ഇതിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു
അതായത് 4th അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണമെങ്കിലോ അതിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ചേഞ്ചുകളൊന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അതായത് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മെയിലിലേക്ക്, അതായത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെയിൽ വരും. അതുപോലെ SMS നിങ്ങൾക്ക് വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഓപ്ഷൻ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മെയിലിലേക്ക് ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കൺഫർമേഷൻ ചെയ്യും മുമ്പാണ് ഈ ഒരു കാര്യങ്ങൾ, അതായത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുമുള്ള സൗകര്യം. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ റിമൂവ് ചെയ്യാതെ തന്നെ കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അത് ലോഗിൻ ചെയ്ത ശേഷം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഒരു മെയിൽ അതുപോലെ തന്നെ SMS നിങ്ങളുടെ ആ ഒരു ഫോണിലേക്ക് വരുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക അത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം വന്നിട്ടില്ലെങ്കിൽ കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ അത് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്കൊരു ഇമെയിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ SMS വരുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 7-ാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് വരിക, അതായത് നിങ്ങളുടെ 4th അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് പിന്നീട് വരുന്ന വേക്കൻസിയിലൊക്കെ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൽ ഇനി വേക്കൻസി ഈ ഒരു 4th അലോട്ട്മെൻറ്റ് ശേഷം വരികയാണെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് 4th അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അതായത് ഒരു സെപ്റ്റംബർ 9 മുതൽ 10, 11 തീയതികളിലായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങൾക്ക്, അതായത് ഫീസ് എന്ന് പറയുന്നത് ബാക്കി ഫീസാണ്. അതായത് ഏകദേശം ഒരു 81,000 രൂപ എക്സ്ട്രാ ആയിട്ട്, അതായത് എക്സ്ട്രാ അല്ല, ആ ഒരു ബാക്കി ഫീസ് ഉണ്ടാവും. അതിനോടൊപ്പം ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ PTA ഫണ്ട് ഇതുപോലുള്ള എക്സ്ട്രാ ഫീസും വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസൊക്കെ എടുത്തുകൊണ്ട് അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.